ഗലാത്യ ലേഖനം 5 അധ്യായം 7 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിൽ നിങ്ങൾ നന്നായി ഓടിയിരുന്നു എന്ന് ഉപമിച്ചിരിക്കുന്നത് വിശ്വാസത്താലും കൃപയാലുമുള്ള ക്രിസ്തീയ ജീവിതത്തെയാണ്. എന്നാൽ ഈ യാത്രയിൽ നിന്നും യേശുക്രിസ്തു എന്ന സത്യദൈവത്തെ അനുകരിക്കാതെ അവരെ തടുത്തു കളയുന്ന പുളിച്ച മാവിനെ സൂക്ഷിക്കുകയും ക്രിസ്തീയ വിശ്വാസികളെ കലഹിപ്പിക്കുന്ന പരിച്ഛേദനക്കാർ അംഗച്ഛേദം ചെയ്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് ആവർത്തന പുസ്തകം 23 അധ്യായം 1 തിരുവെഴുത്തിനെ ആധാരമാക്കി പൗലോസ്ലീഹ വ്യസനത്തോടുകൂടി പറയുന്നു. കാരണം വിശ്വാസത്തിലും കൃപയിലും യേശുക്രിസ്തുവിലുള്ള രക്ഷയിൽ ജീവിക്കേണ്ട പുതിയ പിണ്ഡമാകുന്ന ക്രിസ്തീയ വിശ്വാസികളെ അവർ ജാതികളിൽ നിന്നും വേർതിരിഞ്ഞു വന്നവരായാലും പരിച്ഛേദനയും പ്രവൃത്തിയും നിയമങ്ങളും അടങ്ങുന്ന പഴയ പുളിച്ച മാവ് കൊണ്ട് പുളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പരിച്ഛേദനക്കാരായ വിപരീത ഉപദേശക്കാരുടെ ഉപദേശത്തെയാണ് പൗലോസ്ലീഹ ഇതിലൂടെ എതിർക്കുന്നത്. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവീനെന്ന് 1 കൊരിന്ത്യർ 5 അധ്യായം 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ കൂടിയും ശ്ലീഹ ഉപദേശിക്കുന്നു. പുതിയ നിയമവിശ്വാസിയെ മേൽപ്പറഞ്ഞ പുളിമാവും പഴയ പിണ്ഡവും ഇന്നും നിലനിൽക്കുന്നു. വിശ്വാസവും കൃപയും ത്യജിച്ച് അതിൽ വീണുപോകാതിരിക്കുവാൻ പൗലോസ്ലീഹയുടെ ഓർമ്മപ്പെടുത്തൽ നമ്മിലെന്നും ഉണ്ടായിരിക്കട്ടെ. കൃപയിൽ നിന്നും വീണുപോകാതിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.